പയ്യൻ സരിതയെ കോളേജിൽ പോകുന്ന വഴിക്കോ മറ്റെവിടെയെങ്കിലോ വെച്ച് കണ്ടു കാണും. അവന് അവളെ വളരെ ബോധിച്ചു അത്രേ. തറവാട്ടുകാരെന്ന് വെച്ചാൽ നമ്മളെക്കാൾ ഒരു പടി മുന്നിലാണെന്ന് കൂട്ടിക്കോളൂ. അബുദാബിയിൽ സിറ്റി ബാങ്കിലാണ് പയ്യന് ജോലി. അടുത്ത തവണ ലീവിന് വരുമ്പോ കല്യാണം നടത്തണമെന്നാണ് ഭാസ്കരൻ നായരുടെ അഭിപ്രായം. കേട്ടപ്പോ എല്ലാം കൊണ്ടും നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത്. രാജേശ്വരിക്ക് എന്ത് തോന്നുന്നു? അവള് പഠിക്കുകയല്ലേ. പെൺകുട്ടികളുടെ പഠിപ്പും കല്യാണവും തമ്മിൽ എന്താ ബന്ധം? എപ്പ വേണമെങ്കിലും നിർത്താമല്ലോ. പിന്നെ പയ്യൻ ലീവിന് വരാൻ ഇനിയും 5-6 മാസം കൂടി ഉണ്ടല്ലോ. അത്രയും നാള് വേണമെങ്കിൽ പഠിച്ചോട്ടെ. എന്താ നിനക്കൊരു വല്ലായ്മ? ഏയ് ഒന്നുമില്ല. എനിക്കറിയാം. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കണ്ട. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പോയി കിടക്കാൻ നോക്ക്. പ്രിയപ്പെട്ട സന്ധ്യയ്ക്ക് ഏതായാലും 2 രൂപ 70 പൈസ ബസ്സിന് മുടക്കി അച്ഛനോ അമ്മാവനോ ഇവിടെ വരാൻ പോണില്ല. അതുകൊണ്ടല്ലേ ആർക്കും സംശയം തോന്നാത്ത ഈ ആശുപത്രി തന്നെ നമ്മുടെ മീറ്റിംഗ് പ്ലേസ് ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചത്. ആശുപത്രി വരാൻ പറഞ്ഞപ്പോ ഞാൻ പേടിച്ചുപോയി. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഗോപേട്ടിനെ കാണാതിരിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടാവും. കണ്ടു കഴിയുമ്പോ ഒന്നും മനസ്സിലുദിക്കില്ല. പിന്നെ ഒരു കൂട്ടുണ്ട് പറയാൻ. എത്ര ബുദ്ധിമുട്ടിയാലും ഗോപിയേട്ടൻ ഒരു ജോലി സംഘടിപ്പിക്കണം. അതെന്ത് ജോലി ആയിക്കോട്ടെ. ഒരു പിയൂന്റെ ജോലിയാണേലും എനിക്കിഷ്ട. ഒരു ജോലി ഉണ്ടെന്ന് പറയാലോ. ഞാൻ അന്വേഷിക്കാഞ്ഞിട്ടാ? ചൂടാവാൻ വേണ്ടി പറഞ്ഞല്ല. എല്ലാം ഞാൻ ഇരട്ടക്കുളങ്ങര ഭഗവതിയോട് പറഞ്ഞിട്ടുണ്ട്. വലിയ വീട്ടിലെ പെൺകുട്ടിക്ക് വലിയ മോഹങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഭഗവതി കേട്ടെന്നും വരും. പക്ഷെ എന്റെ കാര്യത്തിൽ എല്ലാ ദൈവങ്ങളും കൈയൊഴിയ. ഗോപിയേട്ട അങ്ങനൊന്നും പറയണ്ട കേട്ടോ. അയ്യോ അച്ഛൻ. തരുന്ന പൊക്കോളൂ. നടന്നു. നീ എന്താ ഇവിടെ? പിന്നെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഈ ആശുപത്രിയിൽ വന്ന് രോഗികളെ കാണാറുണ്ട്. നാളെ ഞാനൊരു വലിയ പണക്കാരനായി മാറുമ്പോ അഹങ്കാരം വരാതിരിക്കാൻ വേണ്ടിയാ. പിന്നെ ചില ദുഷ്ടന്മാരുണ്ട്, സ്വന്തക്കാരുടെ സ്വത്ത് അന്യായമായി കൈവശപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കും. ഒരു കൊളസ്ട്രോളോ ഡയബറ്റീസോ പ്രഷറോ വന്നാ മതി. വരട്ടെ അമ്മാവാ. ആരുടെ സൈക്കിള്? ഗോപിയേട്ടൻ കൊണ്ടുവന്ന് വെച്ചതാ. പുറകെ ആള് വരുമോ എന്തോ? നിങ്ങൾ ഈ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവനെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ? അവന്റെ കൂട്ടുകാരുടെ ആരുടെയെങ്കിലും ആയിരിക്കും. ஒரு போலீஸ் ஆபீசர் என்ற முறையில நான் உங்ககிட்ட சில கேள்விகள் கேட்கிறேன். பாரிஸ்டர் சந்திரகாந்த், அன்பு பாசம் இதுக்கெல்லாம் உங்க டிக்ஷனரியில் என்ன மீனிங் எனக்கு தெரியாது. ஆனா ஒண்ணு மட்டும் சொல்றேன், உங்க மாதிரி அப்பா பசங்களை எல்லாம் தீர்த்து கட்டலன்னா என் பேர் இன்ஸ்பெக்டர் கோபிநாத மேனோன் அல்ல. അച്ഛന് രജനീകാന്തിന്റെ സിനിമയൊന്നും കണ്ടിട്ടില്ലല്ലേ? ഇവിടെ അടുത്ത് ന്യൂ തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. ഡെയിലി 3 ഷോസ്, സൺഡേ 4 ഷോസ്. നല്ല ആക്ടിങ്, ജോളി ആയിരിക്കും. അപ്പുറത്തിരിക്കുന്ന സൈക്കിളാരിയാടാ? അത് വാടകയ്ക്ക് എടുത്താണ് അച്ഛാ. എന്നിട്ടെന്താ തിരിച്ചു കൊടുക്കാത്തത്? അത് വാടക കൊടുക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല. എന്താ ഒരു ദിവസത്തെ വാടക? 6 രൂപയേ ഉള്ളൂ. എന്താ സൈക്കിൾ ഏജമാണോ? ദിവസം മുഴുവൻ സൈക്കിൾ പുറത്ത് സഞ്ചരിക്കാൻ? അല്ല അച്ഛാ, പുതിയ റിലീസ് പടങ്ങൾ കാണണമെങ്കിൽ സിറ്റിയിൽ പോയാലേ. ഇപ്പൊ ബസ്സിനൊക്കെ ചാർജ് കൂട്ടിയിരിക്കല്ലേ. ആ കാശ് കൂടെ ഉണ്ടെങ്കിൽ ഒരു പടം കൂടി കാണാം. വേഗം കൊണ്ട് കൊടുക്കാൻ നോക്ക്. അയ്യോ അച്ഛാ, ഇത് പോരാ. എന്താ? പിന്നെ 6 രൂപ ഒരു ദിവസത്തെ വാടകയാ. അത് കൊടുക്കാൻ ഇല്ലാഞ്ഞോണ്ടാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. ഇവിടെ കൊണ്ടുവന്ന് വച്ചിട്ടിപ്പോ 4 ദിവസമായി. 4 ദിവസമോ? നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടെന്ന് അറിയാവോ? കോശവൻ, 4 ദിവസത്തേക്ക് 64-24 രൂപ. അങ്ങനെയാണെങ്കിൽ ആ സൈക്കിൾ കൊടുക്കണ്ട, അവിടെ ഇരുന്നോട്ടെ. അപ്പൊ ഈ സൈക്കിൾ വിലക്ക് വാങ്ങിക്കാന്നോ? എന്നെ കൊണ്ടൊന്നും. എപ്പോ നോക്കിയാലും അച്ഛനും മോനും തമ്മിൽ കശപിശയാണല്ലോ. നിന്റെ മോൻ നിന്നെ പോലെ തന്നെ ബുദ്ധിമാനാ.
നിങ്ങൾ ഇങ്ങനെ തർക്കിച്ച് നിൽക്കാതെ ആ കാശ് കൊടുത്തുവിട്. ഇല്ലെങ്കിൽ 24 എന്നുള്ളത് 48 ആവും. കണ്ട അച്ഛൻ എന്റെ കണ്ണു തുറപ്പിച്ചു. ഈ ഉപകാരം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഓ, ഇങ്ങനൊരെണ്ണം. എന്റെ ഭഗവതി, ഇവന്റെ സ്വഭാവത്തിന് ഇനി എന്നാണാവോ ഒരു മാറ്റം ഉണ്ടാവുക? പോളാർന്ന് എവിടെ ആയിരുന്നടാ ഇത്രയും നാള്? ഒന്നും പറയണ്ടടാ. ഈ ഫിലിം റെപ്രസെന്റേറ്റീവിന്റെ പണി എന്ന് പറഞ്ഞ നാട്ടിൽ നിൽക്കാൻ പറ്റുമോ? ഇന്നൊരു സ്ഥലത്താണെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത്. നിന്റെ മുഖത്തെന്താടാ ഒരു പാട്? അതെ, പിന്നെ അങ്കമാലി വെച്ചൊരു അടി കിട്ടിയതാ. അവിടെ നിന്നും കിട്ടിയാ? പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ? എന്നാ ഒരു സുഖം ഉണ്ടായിരുന്നു. ഇത് പോലീസുകാരുടെ കയ്യിൽ നിന്ന്. എന്താ കാര്യം? കഴിഞ്ഞ ദിവസം ആ ബെൽറ്റ് മേരിയുടെ ഒരു പ്രിന്റുമായിട്ട് പോയതാ. ബിറ്റും ഉണ്ടായിരുന്നു. എന്ത് വിറ്റ്? ഈ പടത്തിന്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്ലൂ ഫിലിമിന്റെ ബിറ്റ്. അയ്യേ. ഈ വൈജയന്തി IPS പോലുള്ള എന്തെങ്കിലും പോലീസ് കഥയായിരിക്കും എന്ന് കരുതിയാണ് SIയും ഫാമിലിയും കൂടെ ഷോ കാണാൻ വന്നത്. ആ ഓപ്പറേറ്റർ മുങ്ങുകയും ചെയ്തു. അയാളുടെ കയ്യിൽ കിട്ടി തന്നെ. അപ്പൊ പിന്നെ അടി കൊണ്ടതിൽ യാതൊരു തെറ്റുമില്ല. ഓളാർന്ന് അമ്മ എന്തി? അമ്മേ, അടി കൊണ്ട് വിവരമൊന്നും അമ്മയടുത്ത് പറഞ്ഞ് ചളവാക്കല്ലേ. ആഹാ, ഇതാര് സാങ്കുട്ടിയോ? നിന്നെ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ മോനെ. വാ. സമയം കിട്ടാഞ്ഞിട്ടാ. ഈ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടുള്ള ഓട്ടോ അല്ലേ അമ്മേ? എന്റെ മോനെ, ഞാൻ നിന്നെ ഒന്ന് കാണുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ അമ്മേ കാര്യം? നീ ഇവനും കൂടി എന്തെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു കൊടുക്ക. ഇവിടെ നിന്ന് അച്ഛനും മോനും കൂടി നേരെ നോക്കിയ വഴക്കാ. ഈ ഫിലിം റെപ്രസെന്റേറ്റീവിന്റെ ജോലി എന്ന് പറഞ്ഞാ അത്ര വലിയ ജോലിയൊന്നും അല്ല. എന്നാ ജോലി അല്ലേന്ന് ചോദിച്ചാൽ ഭയങ്കര ജോലിയാ. നിന്ന് മുള്ളാൻ നേരം കിട്ടൂല. എന്തായാലും വേണ്ടില്ല, നീ ഇവനൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ ശ്രമിക്കാമേ. അല്ല, ചായ ഉണ്ണിയപ്പൊന്നും ഇല്ലേ? ഇപ്പൊ കൊണ്ടുവരാ. അമ്മയുടെ മുമ്പിൽ ഒരു ഡീസന്റ് കള്ള. പിന്നെ എന്തൊക്കെ ഉണ്ട് പറടാ. എന്തു പറയാൻ? എന്ത് ജോലിയാണെങ്കിലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാ മതി. ഞാൻ എന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഗ്യാപ്പ് സ്വാമിയോടൊന്ന് പറഞ്ഞു നോക്കാം. ഗ്യാപ്പ് സമയം? ഗ്യാപ്പ് എന്നൊക്കെ പറയുന്ന ഈ ഡിസ്ട്രിബ്യൂഷനിലെ ചില ടേമുകളാണ്. മെയിൻ പടങ്ങളുടെ കളക്ഷൻ കുറയുമ്പോൾ കിട്ടുന്ന ഗ്യാപ്പിൽ കളിക്കുന്ന ചെറിയ പടങ്ങളാണ് ഈ സ്വാമിയുടെ ഉള്ളത്. ഇപ്പൊ ഉള്ളതൊക്കെ പഴയ പടങ്ങളാ. 1-2 പുതിയ പടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നോക്കാമായിരുന്നു. അതാ നല്ലത്. ഈ പഴയ പടങ്ങളൊക്കെ ഞാൻ കണ്ടതായിരിക്കും. പുതിയ പടങ്ങളാവുമ്പോ കാണാൻ നല്ല ഇൻട്രസ്റ്റ് കാണും. സമയം പോകുന്ന അറിയില്ല. അപ്പൊ നീ സിനിമ കാണാനാ വരുന്നത്, അല്ല ജോലിക്കല്ല? അല്ല, സിനിമയും കാണാൻ ജോലിയും ചെയ്യാം. പിന്നെ നീ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടർമാർ വഴിയൊക്കെ എനിക്ക് സിനിമയിൽ കയറി പറ്റുകയും ചെയ്യാം. ഞാനൊരു വലിയ സിനിമാ നടനാവുമെന്നാണ് കൃഷ്ണക്കണിയാർ പറഞ്ഞിരിക്കുന്നത്. അത് കൃഷ്ണക്കണിയാർ പടം എടുക്കുമ്പോ. പിന്നെ ഒരു കാര്യം, നിനക്ക് കൂട്ടാനും കഴിക്കാനും ഒക്കെ അറിയാവോ? ഈ റെപ്രസെന്റേറ്റീവ് പണി എന്ന് പറയുമ്പോ DCR ഒക്കെ എഴുതണ്ട. ഡെയിലി കളക്ഷൻ റിപ്പോർട്ട്. അതൊക്കെ നീ എനിക്ക് വേണ്ടി എഴുതിക്കൊണ്ടാ മതി. നിന്നെ എനിക്ക് വിശ്വാസം തന്നെ. പിന്നെ നിന്റെ മുറപ്പെണ്ണിനെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോവോ? എടാ, അറം പറ്റുന്ന വർത്തമാനമൊന്നും പറയരുത്. എന്റെ കാര്യം പോട്ടെ, അവളുടെ ഗതി എന്താവും? അങ്ങനെയൊന്നും അവൾക്ക് പോകാൻ പറ്റില്ല. ഈ പെണ്ണിന്റെ മനസ്സാ എപ്പോഴാ മാറുന്നെന്ന് പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഉടനെ എന്നെ വിളിച്ചോണ്ട് പോന്നേക്ക്. എങ്ങനെയാടാ ഒരു ജോലിയും തൊഴിലും ഒന്നും ഇല്ലാതെ? നാളെ രാവിലെ തന്നെ നമുക്ക് പോയി സ്വാമിയെ കാണാം.